33 വയസ്സ് ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ച് പലപ്പോഴും കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന പ്രായം. പലരും വിരമിക്കലിനെ കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങുന്ന സമയം. പക്ഷെ മധ്യപ്രദേശിന്റെ ഓൾറൗണ്ടർ സാരാംശ് ജെയിൻ അതേ 33-ാം വയസ്സിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള കാത്തിരിപ്പിലാണ്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സാരാംശിന് പ്ലേയിങ് 11-ൽ ഇടം ലഭിച്ചാൽ അത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ അപൂർവമായൊരു അരങ്ങേറ്റമാകും. 1993 മാർച്ച് 31-നാണ് സാരാംശ് ജനിച്ചത്. മധ്യപ്രദേശിനായി രഞ്ജി കളിച്ച അച്ഛൻ സുബോധ് ജെയിനിന്റെ പാത പിന്തുടർന്നായിരുന്നു സാരാംശും ക്രിക്കറ്റിലേക്ക് എത്തിയത്. ഇന്ത്യ കളിക്കാൻ കഴിയാതെ പോയ ആ അച്ഛന്റെ സ്വപ്നമൊടുവിൽ മകനിലൂടെ യാഥാർത്ഥ്യമാകുന്നു. ലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ആരംഭിക്കുന്ന ഓഗസ്റ്റ് 15-ന് സാരാംശിന് പ്രായം 33 വയസ്സും 137 ദിവസവും. അന്ന് അരങ്ങേറ്റം സംഭവിച്ചാൽ ഇന്ത്യക്കായി ടെസ്റ്റ് ക്യാപ്പ് അണിയുന്ന 11-ാമത്തെ പ്രായം കൂടിയ താരമായി സാരാംശ് മാറും. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് അരങ്ങേറ്റക്കാരൻ റുസ്തംജി ജംഷേദ്ജിയാണ്. 1933-ൽ ഇംഗ്ലണ്ടിനെതിരെ ബോംബെയിൽ അരങ്ങേറുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 41 വയസ്സും 27 ദിവസവും. 40 വയസ്സും 39 ദിവസവും പ്രായത്തിൽ അരങ്ങേറിയ കോട്ടാർ രാമസ്വാമിയാണ് പട്ടികയിൽ രണ്ടാമത്. ലങ്കയിൽ അവസരം ലഭിച്ചാൽ ആ ലിസ്റ്റിൽ 11-ാമനായി സാരാംശ് എത്തുമെന്നതാണ് പ്രത്യേകത. അതിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യവുമുണ്ട്. 1998-ൽ റോബിൻ സിംഗ് ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം 33 വയസ്സ് പിന്നിട്ട് ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറുന്ന ആദ്യ താരവും സാരാംശാണ്. പക്ഷെ പ്രായം കൊണ്ട് മാത്രമല്ല സാരാംശിന്റെ കഥ ശ്രദ്ധേയമാകുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെച്ച സ്ഥിരതയാർന്ന പ്രകടനമാണ് വൈകിയാണെങ്കിലും സാരാംശിന് ദേശീയ ടീമിലേക്കുള്ള വാതിൽ തുറന്നത്. ഒരു വലങ്കയ്യൻ ഓഫ് സ്പിന്നറാണ് സാരാംശ്. ബാറ്റിംഗിൽ ഇടങ്കയ്യൻ. ബാറ്റർമാരെ സ്പിൻ ഗണിയിൽ കൊടുക്കുന്നതിനൊപ്പം ലോവർ ഓർഡറിൽ റൺസ് കണ്ടെത്താനും കഴിയുന്ന ഒരു ജെനുവിൻ റെഡ് ബോൾ ഓൾറൗണ്ടർ. 2014-15 സീസണിൽ മധ്യപ്രദേശിനായി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം. ആദ്യ മത്സരത്തിൽ തമിഴ്നാടിനെതിരെ 5 വിക്കറ്റ് നേടി മികച്ച തുടക്കം. ഇതുവരെ 54 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 2 സെഞ്ചുറി അടക്കം 2223 റൺസും 188 വിക്കറ്റും സാരാംശിന്റെ പേരിലുണ്ട്. പക്ഷേ 2016-ൽ അരങ്ങേറിയിട്ടും കരിയറിന്റെ ആദ്യ വർഷങ്ങളിൽ വലിയ അവസരങ്ങൾ സാരാംശിന് ലഭിച്ചിരുന്നില്ല. 2022 വരെയുള്ള കാലയളവിൽ വെറും 8 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ മാത്രമായിരുന്നു സാരാംശ് കളിച്ചത്. അവിടെ നിന്നാണ് കഥ മാറുന്നത്. 2022-ലെ രഞ്ജി ട്രോഫിയുടെ നോക്കൌട്ട് ഘട്ടത്തിൽ നടത്തിയ മികച്ച പ്രകടനം കരിയറിൽ വഴിത്തിരിവായി. 13 വിക്കറ്റുകൾ വീഴ്ത്തുകയും ഒരു അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്ത സാരാംശ് മധ്യപ്രദേശിന് ചരിത്രത്തിലെ ആദ്യ രഞ്ജി ട്രോഫി കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കഴിഞ്ഞ കുറച്ചു സീസണുകളിൽ സാരാംശിന്റെ കണക്കുകൾ സെലക്ടർമാർക്ക് അവഗണിക്കാൻ കഴിയുന്നതായിരുന്നില്ല. 2025-26 രഞ്ജി സീസൺ മാത്രം നോക്കാം. 518 റൺസ്, ബാറ്റിംഗ് ശരാശരി 57.55, പന്തുകൊണ്ട് 30 വിക്കറ്റ്, ബൗളിംഗ് ശരാശരി വെറും 20.43. ഒരു ഓഫ് സ്പിന്നർ 30 വിക്കറ്റ് നേടുന്നതിനൊപ്പം 500-ലധികം റൺസ് നേടുന്നു. അവിടെയും തീർന്നില്ല. ദുലീപ് ട്രോഫിയിലും സാരാംശ് മികച്ച പ്രകടനം തുടർന്നു. സെൻട്രൽ സോണിനായി വെറും 2 മത്സരങ്ങൾ, വിക്കറ്റുകൾ 16, ബാറ്റിംഗിൽ 2 അർദ്ധ സെഞ്ചുറികളോടെ 136 റൺസ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും സാരാംശ് തന്നെ. ഏറ്റവും ഒടുവിൽ കളിച്ചത് ഗാലയിൽ ശ്രീലങ്ക എക്കെതിരെ ഇന്ത്യ എ ടീമിനൊപ്പം. ഇക്കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ആ മത്സരത്തിൽ പുറത്താകാതെ 70 റൺസ്. പന്തുകൊണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റ്, രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ്. 2 ഇന്നിംഗ്സുകളുമായി ആകെ 6 വിക്കറ്റ്. ഇന്ത്യ ആ മത്സരം 10 വിക്കറ്റിന് ജയിച്ചു. ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിക്കും മുമ്പ് ശ്രീലങ്കൻ സാഹചര്യത്തിൽ തന്നെ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും നടത്തിയ പെർഫെക്റ്റ് ഓഡീഷനായിരുന്നു അത്. ആദ്യ ടെസ്റ്റിൽ പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദർ കളിക്കില്ല എന്നിരിക്കെ സാരാംശിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയിൽ ആ പ്രകടനവും നിർണായകമായി. ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയിൽ ഇടംകയ്യന്മാർ ഏറെയുള്ളതിനാൽ അവർക്കെതിരെ പന്ത് പുറത്തേക്ക് തിരിക്കാൻ കഴിയുന്ന വലങ്കയ്യൻ ഓഫ് സ്പിന്നറുടെ സാന്നിധ്യം നിർണായകമാണ്. അവിടെയാണ് സാരാംശിന്റെ സാധ്യത. രവീന്ദ്ര ജഡേജയ്ക്കും കുൽദീപ് യാദവിനുമൊപ്പം സാരാംശിന്റെ കൂടി സാന്നിധ്യം ഇന്ത്യക്ക് കൂടുതൽ മുൻതൂക്കം നൽകും. 33-ാം വയസ്സിൽ വൈകിയെത്തിയ ഈ അവസരത്തിൽ സാരാംശ് ഇന്ത്യൻ സ്പിൻ ബൗളിംഗിന്റെ വജ്രായുധമാകുമോ? ഇന്ത്യൻ കുപ്പായത്തിൽ സാരാംശിന്റെ മികച്ചൊരു അരങ്ങേറ്റത്തിനായി കാത്തിരിക്കാം.